നമ്മളെല്ലാവരും തന്നെ നല്ല വില കൂടിയ ബാറ്ററികൾ, നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികൾ, അതിൽ ക്വാളിറ്റിയുള്ള ഇൻവെർട്ടറുകളാണ് വാങ്ങാൻ ശ്രമിക്കാറുള്ളത്. കൂടുതൽ ആളുകൾ തന്നെയാണ് വാങ്ങിക്കുക. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വീടിൻ്റെ ഏതൊരു സ്ഥാനത്ത് എങ്ങനെ വെക്കണം എന്നുള്ളത് പല ആളുകളും ശ്രദ്ധാലുവല്ല, അവർ കാര്യത്തിൽ ബോധവാന്മാരുമല്ല. അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ബാറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഏതൊരു സ്ഥാനത്ത് സേഫായിട്ട് നമ്മൾ വെക്കാൻ കഴിയും എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സ്നേഹപൂർവ്വം ആ ഒരു ബാറ്ററിയെ നമ്മുടെ ലിവിങ് റൂമിൽ ഏതെങ്കിലും സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇത് പൊതുവായിട്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി. ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, അതായത് എയർ സർക്കുലേഷൻ, മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, എയർ സർക്കുലേഷൻ ശരിയായ രീതിയിൽ ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ, ഇനി സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി ആയാലും ട്യൂബുലാർ ബാറ്ററി ആണെങ്കിലും, അതല്ല എങ്കിൽ നമ്മളെ ലിഥിയം ബാറ്ററി ആണെങ്കിൽ, ഏതൊരു ബാറ്ററി ആണെങ്കിലും ഇതിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളിൽ സർക്കുലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ വെക്കുന്നതെങ്കിൽ അത് നമ്മളെ ശ്വാസകോശത്തിന് ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് നമ്മളെ മെയിനായിട്ട് ഹെൽത്ത് പ്രോബ്ലമായിട്ട് വരുന്ന ഒരു വിഷയം. ശരിയായി വായുസഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ ഇത് വെക്കുന്ന സമയത്ത് ഏതൊരു ബാറ്ററിയും അതിൽ നിന്ന് കെമിക്കൽ റിയാക്ഷൻ മുഖേന പുറത്തേക്ക് വായു മലിനീകരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എവിടെയാണോ നമ്മൾ കൂടുതലായിട്ട്, അതായത് നമ്മുടെ വായു നമ്മളെ ഏറ്റവും കുറഞ്ഞ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അതായത് കുട്ടികൾ എത്തിപ്പെടാത്ത സ്ഥലം, കുട്ടികൾ പെട്ടെന്ന് ആക്സസ് ആവാത്ത സ്ഥലങ്ങൾ, അതായത് നമ്മുടെ സഞ്ചാരം വളരെ കുറഞ്ഞ ഏരിയകൾ, ഈ ഒരു ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ സേഫായിട്ട് ബാറ്ററി വെക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. അതേമാതിരി വെള്ളം ഒരു കാരണവശാലും എത്തിപ്പെടാത്ത സ്ഥലം, അതുമാതിരി തന്നെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വല്ലാതെ ചൂടടിക്കാത്ത സ്ഥലങ്ങളിൽ, ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കേണ്ട സ്ഥലം. ബാറ്ററി വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ബാറ്ററിയിൽ 6 മാസം കൊണ്ട് ബാറ്ററി റീഫിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ ബാറ്ററി റീഫിൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലവും, അഥവാ എന്തെങ്കിലും ബ്ലാസ്റ്റ് ആവുക, എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വല്ലാത്തൊരു ബാധിക്കാത്ത സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്, ബാറ്ററിൻ്റെ ലൈഫ് കഴിഞ്ഞാലും ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞാലും മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത്. അത് സോളാർ അല്ലാത്ത ഇടങ്ങളിൽ, സോളാർ വെച്ച സ്ഥലങ്ങളിൽ കൂടുതലൊക്കെ നമുക്കൊരു എനർജി കൺസപ്ഷൻ ഉണ്ടാവില്ല എങ്കിൽ, അതായത് ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാത്തതുകൊണ്ട് വല്ലാതെ നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഗ്രിഡിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് ഉപയോഗിക്കുന്ന, ഇലക്ട്രിസിറ്റി ആയിട്ട് മെയിനായിട്ട് ചാർജ് ചെയ്യാൻ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന വീടുകളിൽ ഇങ്ങനെ പഴയ ബാറ്ററികൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, സാധാരണ ഇതിൽ പഴയ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ 2 ഫാന് അല്ലെങ്കിൽ സാധാരണ ചെറിയ ബൾബുകൾ കുറഞ്ഞ നേരം വർക്ക് ചെയ്യുമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാറില്ല. കാരണം വല്ലപ്പോഴും മാത്രമേ കറണ്ട് പോകുന്നുള്ളൂ. ഈ കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ ഇൻവെർട്ടർ ഓൺ ആവുക. ആ സമയങ്ങൾ കുറച്ച് നേരം ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും ഇതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന വലിയൊരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററി ലോഡ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ചാർജ് ആവുമെങ്കിലും പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോകും എന്നുള്ളതിൻ്റെ വസ്തുത. ഈ ചാർജ് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് ഇൻവെർട്ടർ ഓണായിട്ട് വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിത് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് ബില്ല് വല്ലാതെ അധികരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കറണ്ട് ബില്ല് വല്ലാതെ വീട്ടിൽ കൂടി വരുന്ന ആളുകൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ബാറ്ററിയുടെ കാലാവധി കഴിഞ്ഞതുമാണെങ്കിൽ, പ്രത്യേകിച്ച് ആ ബാറ്ററി മാറ്റി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് 2-3 മാസം കറണ്ട് ബില്ല് എക്സ്ട്രാ അടക്കുന്ന പൈസ ഒരു ബാറ്ററി മാറ്റാൻ വരുള്ളൂ, വല്ല ബില്ല് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ. ആ ഒരു ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കറണ്ട് ബില്ല് നല്ലൊരു ശതമാനം താഴോട്ട് വരുന്നതാണ്. അതാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതുമാതിരി തന്നെയാണ് ഈ ബാറ്ററി സെല്ല് ഷോർട്ടായ ചെയ്ത ബാറ്ററിയാണ് വല്ലാതെ ഹീറ്റാവുന്നതോട് ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് മെയിനായിട്ട് കണ്ടുവരുന്ന സാധാരണഗതി ഇൻവെർട്ടർ യൂസ് ചെയ്യുന്ന വീടുകളിലാണ്. ഇത് നമ്മൾ ഒരിക്കലും അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററിയുടെ ലൈഫ് ഒരു 3 വർഷം വാറണ്ടി ആണെങ്കിൽ, ഒരു 5 വർഷം വാറണ്ടി വരുന്ന ബാറ്ററി ആണെങ്കിൽ, കൂടുതലായിട്ടും 3 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബാറ്ററികളാണ് ഉണ്ടാവുക. ഒരു വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1-2 വർഷം അധികമായി യൂസ് ചെയ്യുക എന്നുള്ളതല്ലാതെ, നമ്മൾ വല്ലപ്പോഴും ഒരു 1/4 മണിക്കൂറിൽ അരമണിക്കൂർ കറണ്ട് പോകുന്നതിന് വേണ്ടി ആ കട്ടിലിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. ഇൻവെർട്ടർ യൂസ് ചെയ്യുമ്പോൾ അധികമായിട്ട് ഇതിന് കറണ്ട് തിന്നാനുള്ളൊരു അവസരം കൊടുത്തിട്ട് നമ്മളെ കറണ്ട് ബിൽ വല്ലാതെ കൂടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വല്ലാതെ ഒരു പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇത് ചെന്നെത്തുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ലൊരു രീതിയിൽ കറണ്ട് ബില്ല് ലാഭിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കി, ബാറ്ററിൻ്റെ ലൈഫ് കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഈ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നവർ മാക്സിമം ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ അതിനൊരു നോർമലായിട്ട് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊരു കൂളിംഗ് സിസ്റ്റം, ശരിക്കും ലിഥിയം ബാറ്ററി കൂളിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട അത്യാവശ്യമുള്ള സംഗതിയാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി വല്ലാതെ ചൂടാവാൻ നമ്മളെ കാലാവസ്ഥയിൽ നമ്മൾ ടെറസിട്ട വീടൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറാണ്. അതിന് സെപ്പറേറ്റ് വരുന്നുണ്ട്, ലിഥിയം സെപ്പറേറ്റർ എന്ന് പറഞ്ഞ ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ അത് ഹീറ്റാവാനും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലിഥിയം ബാറ്ററി വെക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും നല്ല ഒരു കൂളായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ലിഥിയം ബാറ്ററി 40 ഡിഗ്രി, നമ്മുടെ നാട്ടിലൊക്കെ 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ വരുന്നതുകൊണ്ട് തന്നെ 30 ഡിഗ്രീൻ്റെ മുകളിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. 40 എന്നുള്ളത് പറഞ്ഞെങ്കിൽ 30 ഡിഗ്രീൻ്റെ മുകളിൽ പോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ ലിഥിയം ബാറ്ററി വല്ലാതെ വെക്കുന്ന ആൾ ഒരു കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ചെറിയൊരു ഫാൻ സിസ്റ്റം അതിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് ലോക്കൽ ലിഥിയം ബാറ്ററി മാനുഫാക്ചേഴ്സ് ഉണ്ട്. ചൈനയിൽ നിന്നും സെല്ലുകൾ വാങ്ങിയിട്ട് അസംബിൾ ചെയ്ത് തരുന്നത്. അത് സെല്ല് വാങ്ങി 3-4 സെല്ലുകൾ വന്ന് പിന്നെ മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഒരു BMSും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാറ്ററി റെഡിയായി. പക്ഷേ മിക്കവാറും ബാറ്ററികൾ കൂളിംഗ് സിസ്റ്റം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലിഥിയം ബാറ്ററി വാങ്ങുന്ന സമയത്ത് കൂളിംഗ് സിസ്റ്റം ഉള്ള ബാറ്ററി നോക്കി മാത്രം വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂളിംഗ് സിസ്റ്റം ഇല്ലാത്ത ബാറ്ററിയാണ് വാങ്ങിക്കുന്നതെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഫാൻ സിസ്റ്റം നിങ്ങൾ അതിൻ്റെ മുകളിൽ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ബാറ്ററികൾ 2, 3, 4 ബാറ്ററികൾ സീരിയസ് ആയി കൊടുക്കുന്ന ആളുകൾ, സീരിയസ് ആയിട്ടോ പാരലായിട്ട് കൊടുക്കുന്ന ആളുകൾ ആ ഒരു സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഫയർ റെസിസ്റ്റൻസ് സംവിധാനം സെറ്റപ്പ് ചെയ്ത് വെക്കുകയും അതേമാതിരി തന്നെ ഒരു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരു MCB സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇത്. എന്തെങ്കിലും ആവശ്യം തന്നെ പെട്ടെന്ന് ലൈൻ ഓഫ് ചെയ്യാനും ഓഫ് ആവാനും ഇത് നമുക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്. പിന്നെ ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതുമായ തെർമോക്കോൾ, അതേമാതിരി പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, തീ പടരാൻ സഹായിക്കുന്ന ഒരു ഉപകരണങ്ങളും ഒരു സാധനങ്ങളും അതിൻ്റെ അടുത്ത് ഒരിക്കലും വെക്കാതിരിക്കുക. ശരാശരി നമ്മൾ ട്യൂബുലാർ ബാറ്ററിക്ക് ഉണ്ടാകുന്ന ലൈഫ് എന്ന് പറയുന്നത് 1200 സൈക്കിളാണ് ഉണ്ടാവുക. 1200 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് ഒരു പ്രാവശ്യം ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുക. ഈ 1200 സൈക്കിളിനെ 360 ദിവസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 4 വർഷം 3 മാസമായിരിക്കും. അതായത് മാക്സിമം ഒരു ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ബാറ്ററിക്ക് 4 വർഷം 3 മാസവും മാക്സിമം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എത്രത്തോളം യൂസേജ് കൂടുന്നു അതിനനുസരിച്ച് ബാറ്ററിയുടെ ലൈഫ് താഴോട്ട് വരുന്നതാണ്. അതാണ് ശരാശരിയായിട്ട് ഇതിൻ്റെ ലൈഫ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് കണ്ടത്. ബാറ്ററി എല്ലാ ബാറ്ററിക്കും സൈക്കിളാണ് ഉണ്ടാവുക. ഏതൊരു പ്രൊഡക്റ്റിനും സൈക്കിളാണ്. എത്ര പ്രാവശ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്, അല്ല എത്ര വർഷം ഉപയോഗിക്കുക എന്നുള്ളതല്ല. അത് നമ്മൾ ഉപയോഗം എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് അതിൻ്റെ ലൈഫ് കുറഞ്ഞു വരും. എത്രത്തോളം നമ്മളെ ഉപയോഗം ചാർജിങ് ഡിസ്ചാർജിങ് കുറയുന്നു അതിനനുസരിച്ച് ലൈഫ് കൂടുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ബാറ്ററികൾ 6 വർഷം 7 വർഷം ചില ആളുകൾ ഉപയോഗിക്കുന്നത്. എന്നാലും ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് വീട്ടിൽ ഇൻവെർട്ടർ മാത്രമായിട്ട് ഉപയോഗിക്കുന്നവർ ബാറ്ററിയുടെ ലൈഫ് നല്ലാതെ നോക്കണം. വല്ലാതെ ബാറ്ററി ഉണ്ടാകാതെ ചാർജ് ചെയ്ത് ബാറ്ററി സാധാരണ ഇതിൽ വീട്ടിലെ കറണ്ട് ബില്ല് കൂടുന്നുണ്ടെങ്കിൽ അത് തന്നെ ബാറ്ററി ഒന്ന് മാറ്റി വെക്കുക. കാലാവധി കഴിഞ്ഞ ബാറ്ററി ഒന്ന് മാറ്റി വെക്കുക. നമ്മളെ കറണ്ട് ബില്ല് നല്ലൊരു ലാഭം അതിലൂടെ ഉണ്ടാവുന്നതാണ്. ഇതിലധികം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിൽ ചെയ്യുക. അതൊന്ന് മറുപടി ഞാൻ തരുന്നതാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.